കാലാവസ്ഥാ വ്യതിയാനം 21-ാം നൂറ്റാണ്ട് നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളിയായി മാറിയിരിക്കുകയാണ്. ആഗോളതാപനം നിയന്ത്രിക്കുന്നതിലും കാർബൺ ഉദ്വമനം കുറയ്ക്കുന്നതിലും നമ്മുടെ ഗാർഹിക മേഖലയ്ക്ക് വലിയൊരു പങ്കുണ്ടെന്ന് നിങ്ങൾക്കറിയാമോ? ഈ സാധ്യതയെ മനസ്സിലാക്കിക്കൊണ്ട് സുസ്ഥിര വികസനം ലക്ഷ്യമാക്കി കാർബൺ ന്യൂട്രൽ വീടുകൾ എന്ന സ്വപ്നത്തിലേക്ക് കുറ്റിപ്പുറം ബ്ലോക്ക് പ്രദേശത്തിന് എങ്ങനെ ചുവടുവയ്ക്കാം എന്ന് അന്വേഷിക്കുകയാണ് ഈ പ്രൊജക്റ്റിലൂടെ നമ്മുടെ കുട്ടി ഗവേഷകർ. മലപ്പുറം ജില്ലയിലെ കുറ്റിപ്പുറം BRC കീഴിലുള്ള 7 വിദ്യാലയങ്ങളിൽ നിന്നായി 32 കുട്ടി ഗവേഷകരാണ് ഈ പഠനത്തിന് പിന്നിൽ പ്രവർത്തിച്ചത്. ആദവനാട്, മാറാക്കര, കൽപ്പകഞ്ചേരി എന്നീ 3 പഞ്ചായത്തുകളിലെ 300-ലധികം വീടുകൾ സന്ദർശിച്ച് കാർബൺ ഉദ്വമനത്തെക്കുറിച്ച് കൃത്യമായ വിവരശേഖരണം നടത്താൻ ഇവർക്ക് സാധിച്ചു. ഹരിത കേരള മിഷന്റെ ശാസ്ത്രീയമായ മാർഗനിർദ്ദേശങ്ങളോടെ ആഗോള കാലാവസ്ഥാ ലക്ഷ്യങ്ങൾ പ്രാദേശിക തലത്തിൽ എങ്ങനെ നടപ്പിലാക്കാമെന്ന് തെളിയിക്കുന്ന ഈ പഠനത്തിന്റെ വിശദാംശങ്ങളിലേക്ക് നമുക്ക് കടക്കാം. തങ്ങളുടെ വേറിട്ട കണ്ടെത്തലുകൾ അവതരിപ്പിക്കാനായി ലയ ലക്ഷ്മി, ആരാധ്യ KS, ആയിഷ ഫർഹ എന്നിവരെ വേദിയിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. ഗുഡ് മോർണിംഗ് ടീച്ചർ. ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ ഞാനൊരു പ്രൊജക്ടിന്റെ കാര്യം പറഞ്ഞിരുന്നല്ലോ. ആരാധ്യയല്ലേ ലീഡർ? അതൊന്ന് അവതരിപ്പിച്ചേ. ആ ടീച്ചറെ, ആദ്യം തന്നെ നിങ്ങൾക്ക് കാർബൺ ന്യൂട്രൽ എന്താണെന്ന് അറിയാമോ? എനിക്കറിയാം. ഈ കാർബൺ പേപ്പർ വെച്ചിട്ടുള്ള എന്തോ ഒരു പരിപാടിയല്ലേ? അതൊന്നുമല്ല, ഞാൻ തന്നെ പറയാം. നമ്മൾ ശ്വസിക്കുമ്പോഴും അതുപോലെ തന്നെ വാഹനങ്ങൾ ഓടിക്കുമ്പോഴുമെല്ലാം പുറന്തള്ളപ്പെടുന്ന കാർബൺ ഡയോക്സൈഡിന്റെ അളവ് നമ്മുടെ പരിസ്ഥിതിക്ക് ദോഷം വരാത്ത രീതിയിൽ നമ്മൾ എന്ത് ചെയ്യുക, ബാലൻസ് ചെയ്യുക. അതാണ് കാർബൺ ന്യൂട്രൽ. ഇനിയിപ്പോ ഒരു കാർബൺ ന്യൂട്രൽ വീടാണ്. നീ അത് പറയണ്ട, എനിക്കറിയാം. ഈ കാർബൺ ന്യൂട്രൽ വീടാക്കണമെങ്കിൽ ആദ്യം ഒരു നല്ല വീട് വേണം, പിന്നെ ഒരു കബോർഡും, അല്ലേ? ടീച്ചറെ, ഇവളിങ്ങനെ പറയില്ല കേട്ടാ. നിക്ക ആരാധ്യ, അവളൊന്ന് ആബ്സെന്റ് ആയതുകൊണ്ടല്ലേ. ഇനി ആരാധ്യയെ സഹായിക്കുന്നത് ആയിഷയാണ്. ആയിഷ, നീ ശ്രദ്ധിച്ച് കേക്ക്. ഓക്കേ ടീച്ചർ. ഇനി സുസ്ഥിര വികസനം. നമ്മുടെ ഭാവി തലമുറയുടെ ആവശ്യങ്ങളെ ബാധിക്കാതെയാണ് നമ്മൾ ഇപ്പോഴത്തെ ആവശ്യങ്ങൾ നിറവേറ്റുന്നത്. അതാണ് അങ്ങനെയുള്ള വികസനമാണ് സുസ്ഥിര വികസനം എന്ന് പറഞ്ഞാൽ. ഇനിയിപ്പോൾ നേരത്തെ പറഞ്ഞ മാതിരി നമ്മുടെ കാർബൺ ന്യൂട്രൽ വീടാകാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, സോളാർ പാനൽ വെക്കാം. അതുപോലെ നമുക്ക് ഇലക്ട്രിക് വാഹനം ഉപയോഗിക്കാം. പിന്നെ നമുക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റിയൊരു കാര്യമാണ് മരങ്ങൾ നട്ടുപിടിപ്പിക്കുക എന്നത്. ടീച്ചറെ, ഞങ്ങൾക്ക് ഇനിയും കണ്ടെത്താനുണ്ട്, സർവേ ചെയ്യേണ്ടി വരും. അതിനെന്താ, ആയിഷയും നിന്റെ കൂടെ പോന്നോട്ടെ. ഹായ്, ഈ വീട്ടിലെ സോളാറിന്റെ പുറത്തിന് ഇലക്ട്രിക് വാഹനവും ഇവിടെ കാർബണിലൂടെ തന്നെ. നിക്ക് ബാക്കി നമുക്ക് അവരോട് ചോദിക്കാം. ആരുമില്ല തോന്നുന്നു. ടിങ് ടിങ്. എന്താ കുട്ടികളെ? ഞങ്ങള് കുട്ടി ഗവേഷകത്തിന്റെ പ്രൊജക്റ്റുമായി ബന്ധപ്പെട്ട് വന്നതാണ്. എന്ത് പ്രൊജക്റ്റ്? കാർബൺ ന്യൂട്രാലിറ്റിയും സുസ്ഥിര വികസനവും. കൊള്ളാലോ, ഇരിക്കി. നിങ്ങൾ ഇവിടെ സോളാർ പാനൽ വെക്കാനുള്ള കാരണം എന്താണ്? അതെന്റെ വീട് കാർബൺ ന്യൂട്രൽ ആക്കണമെന്ന് എനിക്ക് നല്ല ആഗ്രഹമുണ്ട്. പോരാത്തതിന് എനിക്കിപ്പോ ലാഭാണ്. കുറേ വർഷത്തേക്ക് കറണ്ട് ബില്ല് അടയ്ക്കണ്ട. അതല്ല ഞാൻ ചോദിക്കാൻ വന്നത്. അപ്പൊ ഈ സോളാർ വെക്കണമെങ്കിലും ഒരുപാട് പൈസ ആവില്ലേ? അതെനിക്ക് ഗവൺമെന്റിൽ നിന്ന് സബ്സിഡി ലഭിച്ചിട്ടുണ്ട്. ഈ സബ്സിഡി പറയുമ്പോ എനിക്ക് ഗവൺമെന്റിൽ നിന്ന് 30% സബ്സിഡി ലഭിച്ചത്. 2 ലക്ഷം രൂപ ആവേണ്ട അടുത്ത് 90,000 രൂപ മാത്രമേ ആയുള്ളൂ. ഇതല്ല നമ്മൾ KCB-കാരോട് ചോദിച്ചപ്പോഴും അവരും പറഞ്ഞത്. ഞങ്ങൾ KCB-കാരെ എഞ്ചിനീയറിംഗും അതുപോലെ തന്നെ ഈ ഇലക്ട്രിക് വെഹിക്കിൾ സ്ഥാപനത്തിന്റെ ഉടമയെ ഞങ്ങൾ ഇന്റർവ്യൂ ചെയ്തിരുന്നു. അപ്പോഴും ഞങ്ങൾ ഇവരോട് ഇങ്ങനെ തന്നെയാണ് പറഞ്ഞത്. കൊള്ളാലോ. ഇനി ആരെങ്കിലും ഇന്റർവ്യൂ ചെയ്യാൻ പ്ലാൻ ഉണ്ടോ? ഞങ്ങൾക്ക് ഹരിത കേരള മിഷന്റെ കോർഡിനേറ്ററുമായിട്ട് ഇന്റർവ്യൂ ചെയ്യണമെന്നുണ്ട്. പക്ഷെ ഞങ്ങൾക്ക് അപ്പോയിന്റ്മെന്റ് കിട്ടിയിട്ടില്ല. ആര് ഇന്റർവ്യൂ ചെയ്യണമെന്നാ പറഞ്ഞേ? ഹരിത കേരള മിഷന്റെ കോർഡിനേറ്റർ. ഞാൻ ഹരിത കേരള മിഷന്റെ കോർഡിനേറ്റർ ആണ്. നിങ്ങളോ? നിങ്ങൾക്ക് എന്താ ചോദിക്കാനുള്ളത് ചോദിച്ചോളൂ. ഇപ്പോ എല്ലാവർക്കും അഫോർഡബിൾ ആയിട്ട് ചെയ്യാൻ പറ്റിയ ഒരു മാലിന്യ സംസ്കരണ രീതി ഏതാവും? എന്റെ അഭിപ്രായത്തിൽ ജൈവ ബിന്നാണ്. അത് നമുക്ക് പഞ്ചായത്തിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. അപ്പൊ ഈ കമ്പോസ്റ്റ് കുഴിയോ? അതിന് ചെലവൊന്നുമില്ലല്ലോ. കമ്പോസ്റ്റ് കുഴിക്ക് ചെലവൊന്നുമില്ല, പക്ഷേ സ്ഥലപരിമിതി ഉള്ളവർക്ക് നല്ല ബുദ്ധിമുട്ടാ. ഈ ജൈവ ബിന്നാണെങ്കിൽ നമുക്ക് സൗകര്യപ്രദമാണ്. അതല്ല, ഇപ്പൊ ഈ നെറ്റ് സീറോ കാർബൺ ആക്കാൻ അതിന് ധാരാളം മരങ്ങൾ നടുക. ഈ നമ്മുടെ തുളസി, ആഞ്ഞിലി, സൂര്യകാന്തി, മുള അങ്ങനത്തെ ചെടികളൊക്കെ കൂടുതലായി നടുക. അപ്പൊ നമ്മൾ ഈ കാർബൺ എമിഷൻ എങ്ങനെ കണക്ക് കൂട്ടാൻ ഞങ്ങൾക്ക് പറഞ്ഞുതരുമോ? ഒരു മിനിറ്റ്.
ഹരിത കേരള മിഷന്റെ നെറ്റ് സീറോ കാർബൺ ജനങ്ങളുടെ എന്ന രേഖയാണ്. ഇത് നിങ്ങളുടെ പഠനത്തിന് ആവശ്യമായ എല്ലാ കാര്യങ്ങളും ഉണ്ട്. ഇത് നിങ്ങൾ നോക്കിക്കോളൂ. ഇത് ഇങ്ങോട്ട് നോക്ക്. നമ്മൾ ഉപയോഗിക്കുന്ന വൈദ്യുതിയുടെ ഒരു യൂണിറ്റ് അല്ലെങ്കിൽ LPG ഗ്യാസിന്റെ ഒരു സിലിണ്ടർ ഉപയോഗം ഗുണിക്കണം എമിഷൻ ഫാക്ട്. കിട്ടുന്ന സംഖ്യയെ വാർഷികത്തിലേക്ക് മാറ്റണം. എന്നാൽ ഞങ്ങളുടെയും ബാക്കിയുള്ളവരുടെയും കാർബണിന്റെ എമിഷൻ ഞങ്ങളൊന്ന് കണക്ക് കൂട്ടട്ടെ. ഗുഡ് മോർണിംഗ് കുട്ടികളെ. ഗുഡ് മോർണിംഗ് ടീച്ചർ. എന്തായി നിങ്ങളുടെ പ്രൊജക്റ്റും കണ്ടെത്തലൊക്കെ? അതിനെ കുറിച്ച് ഞാൻ പറയാം. സോളാർ വിപ്ലവം നടന്നിട്ടില്ല. അങ്ങനെ വെച്ചാൽ ഞങ്ങൾ പോയ 305 വീടുകളിലും വെറും 54 വീടുകളിലെ സോളാർ ഉള്ളൂ. അതുപോലെ തന്നെയാണ് ബയോഗ്യാസ് വിസ്മരണം. ബയോഗ്യാസ് പ്ലാന്റുകളുള്ള വീടുകൾ 10 എണ്ണം. ബാക്കിയുള്ളവരെല്ലാം LPG ഗ്യാസ് ആണ് ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെയാണ് നമ്മുടെ കാർബൺ അന്ധത. കാർബൺ ആഗിരണം ഉദ്വമനം ഞെട്ടിക്കുന്ന അനുപാതത്തിലാണ് വാർഷികത്തിലെ 3155 കിലോഗ്രാം കാർബൺ ഡൈ ഓക്സൈഡ്. എന്നാൽ നമ്മൾ വിചാരിക്കും മരങ്ങളൊക്കെ അങ്ങോട്ട് ആഗിരണം ചെയ്തോളും. എന്നാൽ മരങ്ങൾ ആഗിരണം ചെയ്യുന്നതോ 187 കിലോഗ്രാം കാർബൺ ഡൈ ഓക്സൈഡ് മാത്രം. അപ്പൊ നമുക്ക് ഊഹിക്കാം, മരങ്ങളുടെ സ്ഥിതി പറയുകയും വേണ്ട. കാർബൺ ന്യൂട്രൽ ആകേണ്ടിടത്ത് 145 മരങ്ങൾ വേണം. എന്നാലോ 85 മരങ്ങളെ ഇവിടെയുള്ളൂ. പിന്നെ ഇലക്ട്രിക് വാഹനങ്ങൾ, അത് നമ്മുടെ സ്വപ്നമാണ്. ഇലക്ട്രിക് വാഹനങ്ങളുള്ള വീടുകൾ 22 എണ്ണം. ബാക്കിയുള്ളവരെല്ലാം പെട്രോൾ ഡീസൽ വാഹനങ്ങളാണ് ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെയാണ് മാലിന്യ സംസ്കരണം. അതിൽ വൻ പരാജയമാണ്. മാലിന്യം ഇപ്പോഴും തരംതിരിക്കാത്തവരുണ്ട്. അവരുടെ ശതമാനം പകുതിയിലേറെയാണ്, 61.3%. എന്നാൽ കമ്പോസ്റ്റ് ബിറ്റ്, ജൈവ ബിൻ അങ്ങനെയൊക്കെ ഉപയോഗിക്കുന്നവരോ 17%. പിന്നെ ഇപ്പോഴും മാലിന്യം കത്തിക്കുന്നവരുണ്ട്, അവര് 5.9%. അയ്യോ, ഇത്രയും കുറച്ച് വീടുകളിൽ ഇത്രയും ഞെട്ടിക്കുന്ന വിവരങ്ങളോ? അപ്പൊ ഇനി നമ്മൾ എന്ത് ചെയ്യും? ടീച്ചറെ, ഞങ്ങളുടെ പ്രദേശത്തെ പറ്റി ഒരു കാർബൺ ന്യൂട്രൽ മാതൃക നമ്മൾ നിർമ്മിച്ചിട്ടുണ്ട്. ഇതാണ് ഞങ്ങൾ ആ സ്വപ്ന മാതൃക എന്ന് പറയുന്നത്. ഇതാ, ഈ വീട് സോളാർ പാനലിൽ നിന്നാണ് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത്. പിന്നെ ഇവിടെ ഇലക്ട്രിക് വാഹനമുണ്ട്. അപ്പോൾ ഈ വൈദ്യുതി ഉപയോഗിച്ച് നമ്മുടെ ഇലക്ട്രിക് വാഹനം ചാർജ് ചെയ്യും. അപ്പോൾ ഇവിടെ എമിഷൻ ഫാക്ടർ ഉണ്ടാവുന്നതേ ഇല്ല. പിന്നെ പറയുകയാണെങ്കിൽ ഇതാ, മാലിന്യങ്ങൾ തരംതിരിക്കാനുള്ള ബിറ്റുകളുണ്ട്. ഈ പച്ച ബിറ്റ് എന്ന് പറയുന്നത് നമ്മളെ ജൈവ മാലിന്യങ്ങൾ തരംതിരിക്കാനാണ്. പിന്നെ ഈ ചുവന്ന ബിറ്റ് എന്ന് പറയുന്നത് നമ്മുടെ അജൈവ മാലിന്യങ്ങൾ തരംതിരിക്കാനും. പിന്നെ നോക്കുകയാണെങ്കിൽ ഇതാ, ബയോഗ്യാസ് പ്ലാന്റ് ഉണ്ട്. ഈ ബയോഗ്യാസ് പ്ലാന്റുകൾ നമ്മളെ ജൈവ മാലിന്യങ്ങൾ നമ്മൾ വൃക്ഷച്ചോട്ടിൽ ഇടുന്നതിന് പകരം എന്ത് ചെയ്യുക, ഇത് ഉപയോഗിച്ച് നമുക്ക് ഗ്യാസ് ഉൽപ്പാദിപ്പിക്കാം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, LPG ഗ്യാസിൻ്റെ ഉപയോഗം നമുക്ക് എന്ത് ചെയ്യാം, കുറയ്ക്കാൻ കഴിയും. ഇനിയിപ്പോൾ ഇതിപ്പോൾ സ്ഥലപരിമിതി ഉള്ളവർക്ക് പറ്റണമെന്നില്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, കമ്പോസ്റ്റ് കുഴി നമുക്ക് നിർമ്മിക്കാം, ഉപയോഗപ്പെടുത്താം. ഇനിയിപ്പോൾ ഇതും പറ്റാത്തവർക്ക് നമ്മുടെ ഹരിത കേരള മിഷൻ്റെ ആ ഒരു നേതൃത്വത്തിൽ നമ്മളെ പഞ്ചായത്തുകളിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം, ജൈവവിനെല്ലാം ലഭിക്കുന്നുണ്ട്. അത് നമുക്ക് ഉപയോഗപ്പെടുത്താം. പിന്നെ അതിന് സ്ഥലപരിമിതി ഒരു പ്രശ്നമേ അല്ല. പിന്നെ പറയുകയാണെങ്കിൽ വാട്ടർ ഫിൽട്രേഷൻ ആണ്. നമ്മുടെ ഈ വെള്ളം നമ്മൾ ചൂടാക്കി കുടിക്കണം എന്നല്ലേ പറയുക. അപ്പോൾ ആ ചൂടാക്കുമ്പോൾ അവിടെ ഗ്യാസ് നമ്മളെ അവിടെ അപ്പോൾ കാർബൺ എമിഷൻ നടക്കുന്നുണ്ട് അവിടെ. അപ്പോൾ എന്ത് ചെയ്യാം, ഇങ്ങനത്തെ വാട്ടർ ഫിൽട്രേഷൻ ഉപയോഗിച്ച് നമുക്ക് അത് ചെയ്യാൻ പറ്റും. പിന്നെ നോക്കുകയാണെങ്കിൽ ധാരാളം മരങ്ങളുണ്ട്. ഈ മരങ്ങളെല്ലാം എന്ത് ചെയ്യും, കാർബൺ ആഗിരണം ചെയ്യും. പക്ഷേ ഏറ്റവും കൂടുതൽ കാർബൺ ആഗിരണം ചെയ്യുന്ന സൂര്യകാന്തി ചെടികളും ഇവിടെയുണ്ട്. അപ്പോൾ ഇതാണ് ഞങ്ങൾ ആ സ്വപ്ന മാതൃക എന്ന് പറയുന്നത്. ഇത് നമുക്ക് എല്ലാം ഒറ്റയടിക്ക് ഇത് ചെയ്യണമെന്ന് നമുക്ക് പറ്റില്ല. അപ്പോൾ നമുക്കിത് ഘട്ടം ഘട്ടമായിട്ട് ഓരോ സംവിധാനങ്ങൾ നമുക്ക് ചെയ്യാൻ കഴിയും. ഇനിയിപ്പോൾ ഈ പദ്ധതി ഞങ്ങളുടെ പ്രദേശത്ത് വിജയകരമായി നടപ്പിലാക്കിയാൽ 5 വർഷം കൊണ്ട് 15 to 25% വരെ നമുക്ക് എന്ത് ചെയ്യാം, കാർബൺ ന്യൂട്രൽ വീടാക്കാൻ നമുക്ക് സാധിക്കും. പിന്നെ ഞങ്ങൾക്ക് പറയാനുള്ളത്, ഗവൺമെൻറ്റുകളോട് കുറച്ച് റെക്കമെൻഡേഷൻ ഉണ്ട്. എന്ന് വെച്ചാൽ ഇപ്പോൾ പബ്ലിക് സ്റ്റേഷനുകൾ വയ്ക്കുക, നമ്മളെ ഇലക്ട്രിക് വാഹനം ചാർജ് ചെയ്യാനുള്ള പബ്ലിക് സ്റ്റേഷനുകൾ അത് കുറവാണ്. അത് കുറച്ചും കൂടി പ്രോത്സാഹിപ്പിക്കുക. ഇനിയിപ്പോൾ ഗവൺമെൻറ്റുകൾക്ക് അത് പറ്റിയില്ലെങ്കിൽ പ്രൈവറ്റായ ഏജൻസികൾക്ക് ഒരു ചാൻസ് കൊടുക്കുക. പിന്നെയെന്ന് പറയുന്നത്, വൃക്ഷത്തൈകൾ സൗജന്യമായി കൊടുക്കുക. അത് കൊടുക്കുന്നുണ്ടെങ്കിലും എന്ത് ചെയ്യുക, അതിൻ്റെ പരിപാലനം ഉറപ്പാക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, അത് കൊടുക്കുക. ഇനി പറയുകയാണെങ്കിൽ നമ്മളെ
കമ്മ്യൂണിറ്റി കമ്പോസ്റ്റ് സെന്റർ. അതായത് ഒരു പ്രദേശത്ത് പൊതുവായിട്ട് ഒരു സെന്റർ, അതായത് കമ്പോസ്റ്റ് ചെയ്യാനുള്ള ഒരു വെക്കാം. അപ്പോൾ നമുക്ക് എല്ലാവർക്കും എന്ത് ചെയ്യാം, അത് നമുക്ക് ഹെൽപ്ഫുൾ ആവും അത് അവിടെ വെച്ചാൽ. പിന്നെ പറയുകയാണെങ്കിൽ ബോധവൽക്കരണ ക്ലാസ് ഒക്കെ കൊടുക്കുക. അപ്പോൾ ജനങ്ങൾക്ക് കുറച്ചും കൂടി ഇതിനോടൊരു പ്രോത്സാഹനം കൂടും ചെയ്യും. പിന്നെ എന്ന് പറയാൻ നമ്മളെ സോളാർ പാനലിനും അതുപോലെ ബയോഗ്യാസ് പ്ലാന്റിനും ഒക്കെ എന്ത് ചെയ്യുക, സബ്സിഡി കൊടുക്കുക. ഇതൊക്കെയാണ് ഞങ്ങൾക്ക് ഗവൺമെന്റിനോട് പറയാനുള്ള ശുപാർശകൾ എന്ന് പറയുന്നത്. കൊള്ളാം, രണ്ടുപേരും ഇങ്ങോട്ട് വരൂ. ഭൂമിയെ നമുക്ക് പൂർവികരിൽ നിന്ന് പാരമ്പര്യമായി ലഭിച്ചതല്ല, മറിച്ച് വരും തലമുറയിൽ നിന്ന് കടമെടുത്തതാണ്. ഞങ്ങൾ ഇതിനു വേണ്ടി ശ്രമിക്കും. നിങ്ങളോ? താങ്ക് യു. Thank you, Team Kuttipura. Questions? സൂര്യാന്തിയുടെ ചെടി നമ്മുടെ ഈ ക്ലൈമറ്റിൽ വളരുമോ? ഈ കേരളത്തിലെ ക്ലൈമറ്റില് അത് ചില പ്രത്യേക തരം സ്ഥലങ്ങളിലൊക്കെ ഇപ്പോൾ വളരുന്നുണ്ടല്ലോ. കേരളത്തിലിപ്പോൾ കുറേ സ്ഥലത്ത് നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ. ചില സ്ഥലങ്ങളിലല്ലേ വളരത്തുള്ളൂ. അപ്പൊ ബാക്കിയുള്ള സ്ഥലങ്ങളിൽ നമ്മൾ എന്തോ ചെയ്യും? സൂര്യകാന്തിനെ വെക്കണം നിർബന്ധമില്ല. ഞങ്ങളൊരു ഉദാഹരണം മാത്രമാണ് ചെയ്തത്. ഞാൻ ഇപ്പോൾ വേറെ കുറേ ചെടികളുടെ പേര് പറഞ്ഞല്ലോ. ആഞ്ഞിലി, തുളസി, മുള, അങ്ങനത്തെ ചെടികൾ കൂടുതലായി വെക്കാലോ. നിങ്ങൾ ഈ കമ്പോസ്റ്റ് സിസ്റ്റങ്ങളെ കുറിച്ച് പറഞ്ഞില്ലേ? ഈ തുമ്പൂർ മഴി കമ്പോസ്റ്റ് സിസ്റ്റം എന്തുവാന്നറിയാവോ? തുമ്പൂർ മഴി കമ്പോസ്റ്റ് സിസ്റ്റം ഞങ്ങൾ അതിനെക്കുറിച്ച് ഞങ്ങൾ അന്വേഷിച്ചിട്ടില്ല. അതെന്ന് പറയുന്നത് ഈ ഹോസ്പിറ്റലുകളിലൊക്കെ ഉപയോഗിക്കുന്ന കമ്പോസ്റ്റിംഗ് സിസ്റ്റമാണ്. അതാണെങ്കിൽ നല്ലതുപോലെ നമുക്ക് കമ്പോസ്റ്റ് ആയിട്ട് ഉപയോഗിക്കാം. പിന്നെ ഈ കോറൽ റീഫ്സ് ആയിട്ട് ഈ ഇതിനകത്ത് കാർബൺ എമിഷൻ കുറയ്ക്കാനായിട്ട് എന്തെങ്കിലും ഉപയോഗിക്കാൻ പറ്റുമോ? കോറൽ റീഫ്സിന് ഈ കാർബൺ എമിഷൻ കുറയ്ക്കുന്നതിൽ എന്തെങ്കിലും റോളുണ്ടോ? ക്ലിയർ ആയിട്ടില്ല. കാർബൺ എമിഷൻ കുറയ്ക്കുന്നതില് കോറൽ റീഫ്സ് അറിയാവോ? ഞങ്ങൾ വെള്ളത്തിൽ കാണുന്നത് ആൽഗകളല്ല, ഈ മീനുകളൊക്കെ അതിന്റെ അകത്ത്. ഞങ്ങൾ അതിനെ കുറിച്ച് അധികം ഫോക്കസ് ആയിട്ട് ആൽഗകളല്ല, നമ്മൾ ഈ കാർബൺ കൊടുക്കുന്ന കുറച്ച് സംഭവങ്ങൾ മാത്രമേ ചെയ്തിട്ടുള്ളൂ. ഇനി നമ്മൾ ഇതിനായിട്ട് കൂടുതൽ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും. അപ്പൊ കുറെ കണ്ടെത്താനുണ്ട് ഇനി. വെള്ളത്തിലുള്ളതില് ഏറ്റവും കൂടുതൽ ലോകത്തിൽ ഏറ്റവും കൂടുതൽ അധികം ഓക്സിജനെ റിലീസ് ചെയ്തുകൊണ്ട് കാർബണെ ഉപയോഗിക്കുന്നതാണ് ഈ കോറൽ റീഫ്സ്. അതിനെ നമ്മൾ ഉപയോഗിക്കേണ്ടതാണ്. അപ്പോഴേ ഇതിനെ കുറിച്ചുകൂടെ നിങ്ങൾ സ്റ്റഡി ചെയ്യേണ്ടതായിരുന്നു. ഇപ്പൊ ഈ സോളാർ പാനലിനെ കുറിച്ച് പറഞ്ഞല്ലോ. അപ്പൊ ഒരു ഡൗട്ട് ചോദിക്കുകയാണ്. 2 ലക്ഷം രൂപയാണ് അതിന്റെ ചെലവ് വരുന്നത്. 30% സബ്സിഡി ഉണ്ട്. അത് 90,000 രൂപയ്ക്ക് ലഭ്യമായി എന്ന് പറഞ്ഞു. അതെങ്ങനെയാന്ന് വ്യക്തമാക്കാം. 30% സബ്സിഡി കൊണ്ട് എങ്ങനെയാ 90,000 രൂപയാവുക? അത് ഗവൺമെന്റിൽ നിന്ന് സബ്സിഡി ലഭിക്കുന്നുണ്ട്. അപ്പൊ 2 ലക്ഷം എന്നുള്ളത് 90,000 ആവില്ലല്ലോ. അത് ഞങ്ങളോട് KCBയിലെ ആളെ ഞങ്ങൾ ഇന്റർവ്യൂ ചെയ്തു. അപ്പൊ അവരിങ്ങനെയാണ് ഞങ്ങളോട് പറഞ്ഞു തന്നത്. അതാണ് ഞങ്ങൾ ഇവിടെ വന്ന് അവതരിപ്പിച്ചത്. അവര് 3155 കിലോഗ്രാം CO2 ഒരു വർഷം ഒരു വീട്ടിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്നത് നിങ്ങൾ പറഞ്ഞു, ശരിയല്ലേ? അപ്പം അത് നിങ്ങൾക്ക് എങ്ങനെയാണ് കണ്ടെത്തിയത്? അതിന്റെ സോഴ്സ് എന്തായിരുന്നു? അത് നമ്മളുടെ മറ്റേ ഹരിത കേരള മിഷന്റെ ആ റിപ്പോർട്ട് ഉണ്ടല്ലോ, അതില് കൊടുത്തിട്ടുണ്ട്. ഹരിത കേരള മിഷന്റെ നിർവഹണ രേഖ ഞങ്ങൾ നോക്കിയിട്ട് അത് സ്റ്റഡി ചെയ്തിട്ടുണ്ട് ഞങ്ങൾ. നിങ്ങൾ ബയോബിനിന്റെ കാര്യമൊക്കെ പറഞ്ഞല്ലോ. ബയോബിൻ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്? ബയോഗ്യാസ് എന്ന് വെച്ചാൽ നമ്മൾ ഈ ജൈവമാലിന്യങ്ങൾ എന്ത് ചെയ്യാം, ഞങ്ങൾ അവിടെ അത് ഉപയോഗപ്പെടുത്തിയിട്ട് നമുക്ക് ഗ്യാസ് ഉൽപ്പാദിപ്പിക്കാം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, LPG ഗ്യാസ് ഇപ്പോൾ കാർബൺ നല്ല രീതിയിൽ എമിഷൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഉപയോഗം നമുക്ക് കുറയ്ക്കാൻ കഴിയും. അപ്പോൾ നമുക്കിത് ഗ്യാസായിട്ട് ഉപയോഗിക്കാൻ കഴിയും. എടാ, അതല്ല ചോദ്യം. അതായത് ബയോബിൻ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്, അതെങ്ങനെയാണ് ബയോഗ്യാസ് ആവുന്നത്, അതാണ് ചോദ്യം. ബയോഗ്യാസ് ആവുന്നത് ഞങ്ങൾ അതിന്റെ പ്രവർത്തനങ്ങളെ കുറിച്ചൊന്നും കൂടുതലായിട്ട് പഠിച്ചിട്ടില്ല. അപ്പൊ ഞങ്ങൾ ഇതെന്താ സംഭവം, ഇതെങ്ങനെ കുറയ്ക്കാം എന്നൊക്കെയുള്ള ഞങ്ങളുടെ സ്റ്റഡി ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനിയും കൂട്ടിച്ചേർക്കാനുണ്ട് കാര്യങ്ങൾ. ഓക്കെ, അപ്പം നമ്മൾ ബയോബിൻ കമ്പോസ്റ്റ് ആക്കുന്നത്, നമ്മൾ ബയോബിൻ യൂസ് ചെയ്ത് കമ്പോസ്റ്റ് ആക്കത്തില്ലേ, ഈ നമ്മുടെ ജൈവമാലിന്യങ്ങൾ അതിൽ നിക്ഷേപിച്ചതിന് ശേഷം ഇനാക്കുലിൻ എന്ന് പറഞ്ഞൊരു പൗഡർ ഉണ്ട്, അതും കൂടി ഇട്ട് മിക്സ് ചെയ്യുക. ഇത് അതിൻ്റെ ജീർണത്തിന് ഹെൽപ്പ് ചെയ്യുക, അതുപോലെ തന്നെ ഇതിൻ്റെ പ്രോസസ്സിനെ സ്പീഡപ്പ് ആക്കും. ഇതിനകത്ത് ബ്ലാക്ക് സോൾജർ ഫ്ലൈൻ്റെ ലാർവ എന്ന് പറഞ്ഞൊരു ലാർവ ഉണ്ട്. അതാണ് ഈ പ്രോസസ്സിനെ സ്പീഡപ്പ് ആക്കാനൊക്കെ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നത്. ഇതിൻ്റെ ജീർണത്തിന് സഹായിക്കുന്ന കീടമാണ് ബ്ലാക്ക് സോൾജർ ഫ്ലൈസിൻ്റെ ലാർവ എന്ന് പറയുന്നത്.
അപ്പോൾ നിങ്ങൾ അതും കൂടെ ഒന്ന് നോട്ട് ചെയ്താൽ നിങ്ങളുടെ പ്രൊജക്റ്റിന് കുറച്ചും കൂടെ ഒരു അട്രാക്ഷൻ കാണും. താങ്ക് യു. Judges. ധാരാളം ചോദ്യങ്ങൾ വന്നു കഴിഞ്ഞു, അതുകൊണ്ട് ചോദ്യങ്ങളില്ല. അഭിനന്ദനങ്ങൾ. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ആരാധ്യ. എൻ്റെ പേര് ലയാലക്ഷ്മി. ഞങ്ങൾ മലപ്പുറം ജില്ലയിലെ കുറ്റിപ്പുറം BRCയിലെ 8ാം ക്ലാസ് വിദ്യാർത്ഥിനികളാണ്. ഞങ്ങൾ ഈ ഒരു പ്രൊജക്റ്റിനായി തിരഞ്ഞെടുത്ത വിഷയം സുസ്ഥിര വികസനത്തിനായി കാർബൺ ന്യൂട്രൽ വീടുകൾ എന്ന വിഷയമാണ്. ഈ വിഷയം തിരഞ്ഞെടുക്കാൻ കാരണം ഇപ്പോൾ നമ്മുടെ ലോകമെമ്പാടും നേരിടുന്ന ഒരു പ്രശ്നമാണ് ഈ കാർബണിൻ്റെ എമിഷൻ. കൂടാതെ ഞങ്ങളുടെ പാഠഭാഗത്തിലും ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ അതുകൊണ്ടാണ് ഈ ഒരു വിഷയം ഞങ്ങൾ തിരഞ്ഞെടുത്തത്. അതുപോലെ ഞങ്ങൾ ഹരിത കേരള മിഷൻ്റെ റിപ്പോർട്ടിൽ ഞങ്ങൾ വായിച്ച് നോക്കിയിട്ടാണ് ഈ ഒരു വിഷയം തിരഞ്ഞെടുക്കാൻ കാരണമായത്. പിന്നെ ഞങ്ങൾ മാത്രമല്ല, ഞങ്ങളെ വേറെ സ്കൂളിലെ 33 വിദ്യാർത്ഥികളും ഞങ്ങളെ കൂടെ ഈ ഗവേഷണത്തിനുണ്ടായിരുന്നു. ഞങ്ങൾ പിന്നെ സർവേകളെല്ലാം ചെയ്തു. 305 വീടുകളാണ് ഞങ്ങൾ സർവേ ചെയ്തത്. പിന്നെ ഞങ്ങൾ വിദഗ്ധരുമായിട്ട് ഞങ്ങൾ ഇൻ്റർവ്യൂ ചെയ്തിരുന്നു. ഞങ്ങൾ KCBക്കാരെ, എൻജിനീയറിംഗ്, അതുപോലെ തന്നെ ഇലക്ട്രിക് വാഹന സ്ഥാപനത്തിൻ്റെ ഉടമ, അതുപോലെ നമ്മളെ ഹരിത കേരള മിഷൻ്റെ കോർഡിനേറ്റർ, ഞങ്ങൾ ഇൻ്റർവ്യൂ ചെയ്തിരുന്നു വിദഗ്ധരുമായിട്ടെല്ലാം. പിന്നെ ഈ ഞങ്ങൾക്ക് സംസ്ഥാന തലത്തേക്ക് ഈ ഒരു അവസരം ഒരുക്കി തന്ന സ്ട്രീം എക്കോസിസ്റ്റത്തിനോടും കുസാറ്റ് അംഗങ്ങളോടും ഞങ്ങൾ വളരെയധികം നന്ദി പറയുന്നുണ്ട്. പിന്നെ ഞങ്ങൾക്ക് ഇന്ന് ഫീൽഡ് വിസിറ്റ് ഒരുക്കി തന്നെ ഞങ്ങൾക്ക് അവിടെ നിന്ന് കുറേ കാര്യങ്ങൾ ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. അതിനും താങ്ക് യു.